ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഓണവിരുന്നിൻ്റെ പൂക്കാലത്തിൽ നല്ല ചേനക്കാളനാണ് ഉണ്ടാക്കുന്നത്. ഓണസദ്യയിലെ ഒരു പ്രധാന ഐറ്റം തന്നെയാണ് ഈ ചേനക്കാളൻ. ഇത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻസും ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ തൈര്, തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കോക്കനട്ട് ഓയിൽ, കടുക്, ഇത്രയുമാണ് വേണ്ടത്. ഫസ്റ്റ് ചേന തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ക്യൂബ്സായിട്ട് ചെറുതായി വെട്ടിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച്. നിങ്ങൾക്ക് ചേനയുടെ കൂടെ നേന്ത്രക്കായ്, പച്ചക്കായ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി വെട്ടിയെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് രണ്ടും ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കാലം. പിന്നെ ചേന മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇതാ ചേന നമ്മുടെ നല്ല വെന്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു പകുതി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ ജീരകം, ഇതെല്ലാം ഇതുപോലെ നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. തൈര് മിക്സിയിൽ നിന്ന് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടണം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക്, അതൊരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് വെടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽ മുളക് ഒരു 3 എണ്ണം ഇതുപോലെ ചെറുതായി വെട്ടിയിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആ തേങ്ങ ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കാനലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാളനുണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാളനാണ് ഈ ചേനക്കാളൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇഷ്ടമായെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.